ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെഡ്ഡിങ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 12-നും 12:30-ക്കും ഇടയ്ക്കായിരുന്നു കല്യാണത്തിൻ്റെ മുഹൂർത്തം. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ റെഡിയായി മാത്രമേ ഫോട്ടോഗ്രാഫർക്ക് നമ്മുടെ കുറച്ച് സിംഗിൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ടൈമില്ലായിരുന്നു. ലാഗ് അടിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ എൻ്റെ വീടിനടുത്തുള്ള പുതിയകാവ് അമ്പലത്തിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ടാണ് കേട്ടോ. പുതിയകാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ വന്ന് ഞാൻ നേരെ മേക്കപ്പ് റൂമിലോട്ട് കയറി. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഇരുന്നോണം, പുറത്തിറങ്ങിയേ വല്ല ആര് വിളിച്ചാലും ഇറങ്ങരുത്, കഥവ് തുറക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടുവന്നിരുത്തി. അപ്പോഴാണ് ചെറുക്കൻ കൂട്ടർ വരുമ്പോഴത്തേക്കും കൊട്ടും മേളവും ഒക്കെ ആയിട്ട് അവരെ സ്വീകരിക്കുമല്ലോ. ആ സമയമായപ്പോഴത്തേക്കും എനിക്ക് എന്തോ പോലൊരു പെട്ടെന്നൊരു നെഞ്ചിനകത്തോടൊരു പടപടപ്പ് പോലെ ഫീൽ ചെയ്തു. അങ്ങനെ എനിക്കിത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ചെറുക്കൻ കൂട്ടർ വരുന്നവരും അത് അവരെ സ്വീകരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ സ്നേഹയുടെ കൊടുത്തുവിട്ടു. അപ്പോൾ സ്നേഹയാണ് എനിക്ക് ചെറുക്കൻ കൂട്ടർ വരുന്നതും അവിടെ ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ സ്നേഹയോട് ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാതില്ല. കാരണം ആ ഒരു സമയത്ത് ഞാൻ മേക്കപ്പ് റൂമിൽ ഇരിക്കുമ്പോൾ എനിക്കിതൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനി നമ്മൾ വീഡിയോഗ്രാഫറിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടുന്ന വരെയുള്ള ക്ഷമയൊന്നും എനിക്കിതൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഇതെല്ലാം അവളാണ് കേട്ടോ വീഡിയോ എടുത്തു തന്നത്. അങ്ങനെ പിന്നെ അടുത്ത എൻ്റെ എൻട്രിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ മേക്കപ്പ് റൂമിൽ നിന്നും ഓഡിറ്റോറിയത്തിനകത്ത് ടച്ച് ചെയ്യാതെ നമുക്ക് ബാക്കിൽ കൂടെ വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് അവിടുന്ന് മഞ്ചലിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പാട്ടിൻ്റെ നേരത്തെ ഉള്ള പോർഷനാണ് പ്ലേ ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ആ കറക്റ്റ് പൊസിഷനിൽ വന്നിട്ട് സ്റ്റേജിലോട്ട് എൻട്രി ആവുന്ന സമയത്ത് പാട്ടെല്ലാം കറക്റ്റ് ആവുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ വന്നിട്ട് കറക്റ്റ് എൻ്റെ ആ ഒരു എൻട്രി സമയമായപ്പോഴത്തേക്കും പാട്ടെല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റേജിനകത്തോട്ട് കയറുന്ന ഒരു ടൈം തൊട്ട് ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറുന്ന ടൈം തൊട്ടേ എനിക്ക് ഒരു ടെൻഷനില്ലായിരുന്നു. ഞാൻ ഫുള്ള് ചിരിച്ച് കളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, എന്താ ഇങ്ങനെ ഭയങ്കര ചിരിക്കുന്ന, ഒരു ടെൻഷനില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഫുള്ള് ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. അതിനും കൂടെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനായിരുന്നു. ആൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് വേറെ ആരെയോ കല്യാണത്തിന് വന്ന ഒരു ഫീലാണെന്ന് തോന്നുന്നു കേട്ടോ പുള്ളിക്കാരന് ഇച്ചിരി ടെൻഷൻ ഉള്ളതാണ്. ഞാൻ ഫുള്ള് ചിരിച്ച് കളിച്ചൊക്കെയാണ് കേട്ടോ നടന്നത്. അങ്ങനെ പിന്നെ കുറച്ച് പേർക്കൊക്കെ നമുക്ക് അവിടെ ദക്ഷിണ കൊടുക്കാൻ ടൈം കിട്ടിയുള്ളൂ. കാരണം പെട്ടെന്ന് മുഹൂർത്തമായി എന്നൊക്കെ പറഞ്ഞു. സ്റ്റേജിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം പെട്ടെന്നാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മണ്ഡപത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സാധാരണ ഞാൻ ആരെങ്കിലും കല്യാണം കാണാൻ പോകുമ്പോഴത്തേക്കും ഭയങ്കര സ്ലോ ആയിട്ടാണ് എനിക്കിനി എൻ്റെ മൈൻഡ് ആ സമയത്ത് അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞാൻ കല്യാണം കഴിക്കാൻ വന്നപ്പോഴത്തേക്കും എല്ലാം ഷട്ടപ്പെട്ടേന്നായിരുന്നു. എനിക്ക് അതെടുത്തിരുന്നു ഇതെടുത്തിരുന്നു അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഷട്ടപ്പെട്ടേന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ പോയൊരു 2x സ്പീഡിൽ നമ്മൾ ഒരു സിനിമയൊക്കെ കാണുന്ന 2x അല്ല ഒരു 5x സ്പീഡിൽ കാണുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. മണ്ഡപത്തിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ നടന്നതെല്ലാം യാദൃച്ഛികം എന്ന് പറഞ്ഞതുപോലെ തന്നെ പിന്നെ നടന്നതൊക്കെ എന്തുവാന്ന് പോലും ഒരു ഐഡിയ ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾക്ക് ബോധം വരുന്നത്, പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തോ എന്നുള്ളതൊക്കെ ഓർമ്മ വരുന്നത്. അങ്ങനെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അനിയനും വന്ന് തൊഴുത്, പിന്നെ ഞാനും പപ്പയും അമ്മയും അണ്ണനും വന്നിട്ട് തൊഴുത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മണ്ഡപത്തിലോട്ട് കയറുന്നത്. മണ്ഡപത്തിലോട്ട് കയറുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ തൊഴുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഫിയർ ആകും എന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ അന്നേരം എല്ലാവരെയും നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റേജിൽ കയറുമ്പോൾ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല, ഞാൻ ചിരിച്ച് കളിച്ചൊക്കെ നിന്നത്. പിന്നെ കുറച്ച് നേരം നമ്മൾ തൊഴുതോണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഈശ്വര പ്രാർത്ഥന ഉണ്ടല്ലോ, ആ ഒരു ടൈം നമ്മൾ കുറേ നേരം നിൽക്കേണ്ടി വരും. അപ്പം ആ ഒരു സ്റ്റേജ് ഫുള്ള് ആൾക്കാർ നമ്മളെ തന്നെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ആ ഒരു സമയം. അന്നേരം എനിക്ക് പക്ഷേ ടെൻഷനൊന്നും തോന്നിയില്ല, ഞാൻ ചിരിച്ചടിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ കന്യാദാനം കൈ പിടിച്ചു കൊടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് ഫസ്റ്റ് ഒരു മാല ഇടുന്നത്. അങ്ങനെ ഞാൻ മാല ഇട്ടു. പുള്ളിക്കാരൻ നിവർന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ, ഒട്ടും കുനിഞ്ഞില്ല. പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെയാണ് കല്യാണത്തിന് നിൽക്കേണ്ടതെന്നാണ് കേട്ടോ, എനിക്കറിയാൻ വയ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് താലിയൊക്കെ കെട്ടി കെട്ടി കഴിഞ്ഞിട്ട് പിന്നെയാണ് എനിക്ക് കേട്ടോ മാല ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്ററിൽ ഒപ്പിടുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയുന്നു, നമ്മളതൊക്കെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അന്നേരം നമുക്കൊരാൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നത് ചെയ്യൂ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമ്പോൾ മാത്രമേ ഇത് ചെയ്യൂ അത് ചെയ്യൂ, ഇതെടുത്ത് കൊടുക്കൂ അതെടുത്ത് കൊടുക്കൂ. പിന്നെ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓരോരുത്തർ നമുക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുതരും. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറയും ഒരു നാരങ്ങ എടുത്ത് കൊടുക്കുക. അന്നേരം ഞാൻ ഒരു നാരങ്ങ എടുത്ത് കൊടുക്കും. പിന്നെ അണ്ണൻ
വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കലും ഒക്കെ ആയിരുന്നു പിന്നത്തെ പരിപാടി. പിന്നെ വേറെ ഏതോ രജിസ്റ്ററും കൂടെ ഒപ്പിട്ട് കുറേ നാരങ്ങ നമുക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആര് എന്ത് തന്നാലും നമ്മൾ അവർക്ക് പകരമായിട്ടൊരു നാരങ്ങയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ലേറ്റായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ഉള്ള വീഡിയോ എനിക്ക് എടുത്തുതരാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും ആ ഒരു മൂഡിലായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സിങ് ആയി. അതല്ലാതെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഞാൻ കരയോ നോക്കി. ഞാൻ അധികം ഒന്നും കരഞ്ഞില്ല കേട്ടോ. ഒരു ഇച്ചിരി മാത്രമേ ഞാൻ കരഞ്ഞുള്ളൂ. കാരണം എനിക്കങ്ങനെ കരയണം എന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം കരഞ്ഞില്ല. ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രമേ കരഞ്ഞുള്ളൂ കേട്ടോ. എല്ലാവരും പറഞ്ഞു കരയണം എന്ന്. ചിലർ പറയും കരഞ്ഞിട്ട് ഇറങ്ങരുത്, ചിലർ പറയും കരയണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വളരെ മംഗളകരമായിട്ട് വളരെ സന്തോഷകരമായിട്ടാണ് കേട്ടോ കല്യാണം. ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെയാണ് നടന്നത്. അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ ഒരു വെഡ്ഡിങ്ങിൻ്റെ അന്നത്തത്. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ റിസപ്ഷൻ്റെതും തലേ ദിവസത്തതും ഒക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.